സാർ ഒരു ലിഫ്റ്റ് തരൂ. കുറെ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആ ഓട്ടോ സ്റ്റാൻഡ് വരെ മതി. അരമണിക്കൂർ കഴിഞ്ഞ് ബസ് വരുള്ളൂന്നാ. അല്ല, അവിടം വരെ നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ. സർ പ്ലീസ്. എന്താ പേര്? റോസ് ജോൺ. ഓ, അയ്യോ മാല, അയ്യോ എന്റെ മാല, കള്ളി കള്ളി, എന്റെ മാല പഠിച്ചോണ്ട് വന്നേ. എടി എടി കള്ളി, നാട്ടുകാരെ കള്ളി വരുന്നേ, കള്ളി കള്ളി. അവിടെ നിൽക്കാനാ പറഞ്ഞു, അവിടെ നിൽക്കാൻ. എന്നെ ഒന്ന് രക്ഷിക്കണം. എന്താ ഉപദ്രവിക്കാൻ വരിക ഒരാള്, അല്ലല്ല 3 പേരുണ്ട്. ആരവരൊക്കെ അറിയില്ല. ഒന്ന് വണ്ടി വേഗം വിടും. ഒന്ന് വേഗം പോയിക്കോ. വേഗം 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 പേടിക്കാതിരിക്കും. വേഗം വേഗം. ഞാനില്ലേ കൂടെ. നിർത്തല്ല, വേഗം പോയിക്കോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. നോക്കി നിൽക്കാതെ പോയി ജീപ്പിൽ കേറാം. ഇങ്ങോട്ട് വാടാ. പിടിച്ചേ. ഇങ്ങോട്ട് മാറി നിൽക്കണി. വട്ടപ്പള്ളി റസിയ, നീ എന്ന് മുതൽ അടി റോസ് ജോൺ ആയത്? ഒരു ചെറുപ്പക്കാരിയാണ് സാറിന്റെ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ഇവളായിരിക്കും. നീ ആരാടാ? ഇവളുടെ പാർട്ണറാ? അല്ല സർ, ഞാൻ നിരപരാധിയാണ് സർ. ആശുപത്രി കിടക്കുന്ന എന്റെ അമ്മാവനെ ഡിസ്ചാർജ് ചെയ്യിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് റേഷൻ കാർഡ് എടുത്ത് വരുന്ന വഴിക്ക് ഇവളെന്റെ വണ്ടി കയറിയതാണ് സർ. പറിച്ചെടുത്ത മാലയും തേടി. കർത്താവേ, നീ മാലയെങ്ങാനും വിഴുങ്ങിയോ? ഇല്ല സർ. ഓ, രക്ഷപ്പെട്ട്. വിഴുങ്ങിയിരുന്നെങ്കിൽ പഴക്കൊല്ലം മേടിച്ചെന്റെ കുടുംബം മുടിഞ്ഞാനെ. മാല എടുക്കണി. ആ, ബെസ്റ്റ് സ്ഥലം. നോക്കിയേ, ഇതന്നല്ലേ സാറിന്റെ മാല? ഒറിജിനലിലെ വല്ലെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന വർഗ്ഗങ്ങളാ. അതെ സാർ, ഇത് തന്നെ എന്റെ മാല. താങ്ക് യു. ആയിക്കോട്ടെ. ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറി വന്ന ദിവസം തന്നെ കിട്ടിയ സ്വീകരണം കൊള്ളാം അല്ലേ? അതുകൊണ്ട് ഞാനൊരു പാഠം പഠിച്ചു. ഇനി എന്റെ വണ്ടിക്ക് ആര് കൈ കാണിച്ചാലും ഞാൻ ലിഫ്റ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. പ്രത്യേകിച്ചും ഈ ജീൻസ് ഇട്ട പെണ്ണുങ്ങൾ. സാറിന് ഞാൻ പാരിതോഷികങ്ങളൊന്നും ഞാനങ്ങനെ സ്വീകരിക്കാറില്ല. പിന്നെ നിർബന്ധിച്ചാൽ ഒരു സാധനം വെച്ചാ കാണത്തില്ല. നോക്ക്, ഇത് വെച്ചോ. പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, മറക്കരുത്. ഓ, വലിയ ഉപകാരം. ഇറങ്ങി പോടാ. താങ്ക് യു സർ. സാർ, എന്ന് ഞാനും ഓ പൊയ്ക്കോളൂ. സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞം കേട്ടോ. കേറി നിൽക്കണോ? ഇങ്ങോട്ട് മാറി നിൽക്കടി. എന്തെങ്കിലും തടയെന്ന് വിചാരിച്ചു, അതും തടഞ്ഞില്ല. ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ. സെക്രട്ടറി കൊള്ളാലോ. രാത്രി ടാക്കീസിന്റെ ഡോർ തുറന്നിട്ടാ ഇവിടെ ഇരുന്ന് സിനിമ കാണാം. ഓഹോ, അത് ശരി. നെയ്ബേഴ്സ് പ്രതീക്ഷിച്ച പോലെ അല്ല. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്? തരാം, നോക്കട്ടെ. അപ്പൊ ബോറടിക്കില്ലെന്ന് ഉറപ്പായി.